വകുപ്പ് വാസ്തവത്തിൽ കേരളത്തിലെ ഇതുവരെ ഉണ്ടായിരുന്ന നമ്മൾ പതിറ്റാണ്ടുകളായി നേടിയ നേട്ടത്തിൽ നിന്ന് പുറകോട്ട് കൊണ്ടുപോകണം. സ്റ്റേറ്റ് ഇപ്പോൾ സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് റിവേഴ്സ് ഗിയറിലാണ്. എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഫണ്ട് വേണ്ടത്ര കൊടുക്കാത്തതുകൊണ്ട് നിശ്ചലമായി കിടക്കുന്ന അവസ്ഥ ഉണ്ട്. ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റ് മാത്രമല്ല, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും ഏതാ മര്യാദക്ക് നടക്കുന്നതുള്ളത്. നമ്മൾ മുമ്പ് കാണുന്ന ഈ വഴിക്കടവ് പരപ്പനങ്ങാടി റോഡ് ഒരു ഉദാഹരണമാണ്. ടെൻഡർ ചെയ്ത റോഡാണ്. ഫണ്ടില്ലാത്തതുകൊണ്ട് പിന്നെ അതിന് തൊട്ടിട്ടില്ല. അപ്പം അതുപോലെ കേരളത്തിലെ എല്ലാ പ്രവൃത്തികളും അതുപോലെ തന്നെ വർക്കുകളും ഉദാഹരണത്താണല്ലോ ഈ മറ്റേ കെട്ടിട ആരോഗ്യ ഒക്കെ എല്ലാം നിശ്ചലമായി കിടക്കുകയാണ്. ഫണ്ട് വേണ്ടത്ര ഒന്നിനും കൊടുക്കുന്നില്ല. ഫണ്ട് ക്രൈസിസ് കേരളത്തിൽ എല്ലാത്തിനെയും ബാധിച്ചിരിക്കുകയാണ്. അതാണ് സത്യം. കേരളം നിശ്ചലാവസ്ഥയിലാണ്. അതാണ് പിന്നെ സത്യത്തിൽ ഇന്ന് ഉള്ള സ്ഥിതി. വിഷയം വളരെ ഗൗരവമായി ചർച്ച ചെയ്യാണ്. ഇതൊരു ഉദാഹരണം മാത്രമാണ്. ആരോഗ്യ വകുപ്പിന്റെ പ്രവർത്തനം ഒരു ഉദാഹരണം മാത്രമാണ്. കാര്യങ്ങൾ വളരെ മോശമായ രീതിയിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത് വളരെ സീരിയസ് ആയിട്ട് ഞങ്ങൾ ആലോചിക്കുകയാണ്. ഫണ്ട് ഉണ്ടാക്കുകയും ജനകീയ പ്രശ്നങ്ങൾ സോൾവ് ചെയ്യാൻ ഫണ്ട് ചെലവാക്കുകയും ചെയ്യുക എന്നുള്ളൊരു ഗവൺമെന്റിന്റെ കഴിവാണ്. ആ കഴിവ് ഈ ഗവൺമെന്റ് പ്രകടിപ്പിക്കുന്നേ ഇല്ല. ഞങ്ങൾക്ക് അതിനൊരു ആൾട്ടർനേറ്റീവ് അജണ്ട ഉണ്ട്. ആ ആൾട്ടർനേറ്റീവ് അജണ്ട ഞങ്ങൾ അവതരിപ്പിച്ചു. അതൊരു ഉദാഹരണമാണ്. മലപ്പുറം പിന്നെ ഹോസ്പിറ്റൽ ബിസിനസ് ഇല്ലാത്ത പിന്നെ കെട്ടിടത്തിലാണ് വർക്ക് ചെയ്യുന്നപ്പോൾ നിങ്ങൾക്ക് പിന്നെ അറിയാം. അതുപോലെ എത്ര എണ്ണം ഉണ്ടാവും ആർക്കും അറിഞ്ഞൂടാ. വീട് കിടക്കുന്ന കെട്ടിടത്തിനുള്ളിൽ ആരെങ്കിലും ഉണ്ടോ എന്ന് നോക്കാൻ ഒരു ഉത്സാഹം കാണിക്കാത്തവർ. ഇനിയിപ്പോൾ എവിടെയാണ് വീഴുന്നത് എന്ന് അതിനെ സംബന്ധിച്ച് എഫിഷ്യൻസി തീരെ ഇല്ല. അപ്പോൾ ബിസിനസ്സില്ലാത്ത ബിൽഡിങ്ങുകൾ വേറെയും കാണും. അല്ല, അത് UDFന്റെ പൊതുവായ തീരുമാനം എന്ന് പറയുന്നത് സിസ്റ്റം ശരിക്ക് ഫെയിലിയറാണ്. സിസ്റ്റം തന്നെ ഫെയിലിയറാണ്. അത് സിസ്റ്റം റൺ ചെയ്യേണ്ട മന്ത്രി ഇതിനു മുമ്പ് തന്നെ പ്രതികരിച്ചിട്ടുണ്ട്. ഇവിടെയാണ് എന്നുണ്ടെങ്കിൽ തികഞ്ഞ നിരുത്തരവാദപരമായിട്ടാണ് പെരുമാറിയത്. അതുകൊണ്ട് ഈ ഷോ റൺ ചെയ്യാൻ പറ്റൂലെങ്കിൽ പിന്നെ ആരോഗ്യമന്ത്രി രാജിവെച്ച് അതിനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അല്ലാതെ ജനങ്ങളുടെ ജീവനും അതുപോലെ തന്നെ അവരുടെ ബാക്കി ചികിത്സയും ഒക്കെ അപകടത്തിലായ ഇന്നത്തെ സ്ഥിതി തുടരാൻ പറ്റൂല എന്നുള്ളത് തന്നെയാണ് UDFന്റെ അഭിപ്രായം. കാരണം ഇന്നലത്തെ സംഭവം തന്നെ നമ്മൾ എടുത്തു നോക്കിയാൽ അങ്ങനെ ഒരു ആക്സിഡന്റ് ഉണ്ടായാൽ ആദ്യം അവിടെ ചെന്ന് പത്രസമ്മേളനം നടത്തല്ലോ. പത്രക്കാരൊക്കെ നിങ്ങളോട് സംസാരിക്കലൊക്കെ ആവശ്യമാണ്. പക്ഷെ എല്ലാം കഴിഞ്ഞിട്ട് പോരെ. അവിടെ ചെയ്യേണ്ടിയിരുന്നത് വീട് കിടക്കുന്ന കെട്ടിടത്തിൻ്റെ അവശിഷ്ടങ്ങൾ നീക്കം ചെയ്യലാണ്. മന്ത്രിമാർ അതിന് നേതൃത്വം കൊടുക്കുകയാണ് ചെയ്യേണ്ടിയിരുന്നത്. അതിന് നേതൃത്വം കൊടുത്ത് അത് നീക്കം ചെയ്ത് അതിനകത്ത് വല്ല കാരണവശാലും വല്ലവരും കുടുങ്ങിയിട്ടുണ്ടോ എന്ന് നോക്കണ്ടേ. ഇല്ല എന്ന് ഉദ്യോഗസ്ഥന്മാരോ ബന്ധപ്പെട്ടവരോ പറഞ്ഞാൽ അത് കണ്ണടച്ച് വിശ്വസിക്കലല്ല. ജനങ്ങളോട് ഉത്തരവാദിത്തമുള്ള ജനപ്രതിനിധികളായ മന്ത്രിമാരുടെ ഉത്തരവാദിത്വം. അതുകൊണ്ട് അവിടെ ഉടനെ ഇതൊക്കെ നീക്കം ചെയ്ത് എന്തെങ്കിലും സാധ്യത ഉണ്ടോ, മനുഷ്യജീവൻ അപകടത്തിലാകുന്ന സാഹചര്യം ഉണ്ടോ നോക്കേണ്ടതായിരുന്നു. പ്രത്യേകിച്ച് ചാണ്ടിയുമ്മയെ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. അവിടെ ലൈറ്റ് ഉണ്ട്, ലൈറ്റ് കത്തിയിരുന്നു. അത് മതിയായ തെളിവല്ലേ? അവിടെ ആൾ പോകുന്നുണ്ട് എന്നുള്ളതിന് മതിയായ തെളിവാണല്ലോ. ലൈറ്റ് ഉണ്ട്. പിന്നെ കുട്ടികൾ പറയുന്നുണ്ട്. അതൊന്നും കെയർ ചെയ്യാതെ ഈ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുക ചെയ്തത് ആരോഗ്യ മന്ത്രി ചെയ്തത്. ആ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുകയാണ്. നിരന്തരം സംസാരിച്ചുകൊണ്ടിരുന്നു. അവർ ഉപേക്ഷിച്ച വൈദ്യമാണ്, യാതൊരു കുഴപ്പമില്ല, നിസ്സാര പരിക്കേ ഉള്ളൂ, എല്ലാം ഓക്കെയാണ് എന്നും പറഞ്ഞ് പോയി. ഇതാണ് ഉണ്ടായത്. ഇത് വളരെ നിരുത്തരവാദമായ സമീപനമാണ്. അതുകൊണ്ടാണ് UDF ആവശ്യപ്പെട്ടത് മന്ത്രി രാജിവെച്ച് ഈ ഉത്തരവാദിത്തം ഏറ്റെടുക്കണം, ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നുള്ളത് UDF പറയാൻ കാരണം അതാണ്. നടത്തുന്നതിന് യാതൊരു അർത്ഥമില്ലാതായിരിക്കണം. ഈ ഹോസ്പിറ്റലുകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഡോക്ടർമാരില്ലാത്തതും സ്റ്റാഫില്ലാത്തതുമാണ്. അതുപോലെ തന്നെ ഇന്നലെ തദ്ദേശ സമരം ചെയ്ത ഒരു വിഷയം അവർക്ക് സ്റ്റാഫില്ല, അതുപോലെ തന്നെ ആ ഫണ്ടില്ല, ഉള്ള അധികാരം എടുത്തു കളയുന്നു. അങ്ങനെ മൊത്തം
പണ്ട് ഇല്ലാത്തത് കൊണ്ട് ക്രൈസിസായ സ്ഥിതിയാണ് ഇന്ന് കേരളത്തിൽ. അതിൻ്റെ ഏറ്റവും രൂക്ഷമായ ഒരു വശമാണ് ആരോഗ്യവകുപ്പിൽ സംഭവിക്കുന്നത്. അപകടം ചെയ്യും. മന്ത്രിയാണ് എന്ന് മെഡിക്കൽ കോളേജുകളൊക്കെ അതെ, മരുന്നില്ല, മഞ്ഞില്ല, ഓപ്പറേഷൻ ഉപകരണങ്ങളില്ല. കാലിക്കറ്റ് മെഡിക്കൽ കോളേജിൻ്റെ ഇതിനു മുമ്പ് വലിയ വിഷയം വന്നതല്ലേ. മഞ്ചേരിയിൽ എന്താ സ്ഥിതി? മഞ്ചേരി മെഡിക്കൽ കോളേജ് ആക്കിയെന്നല്ലേ ഉള്ളൂ. ഞങ്ങളെ സമയത്ത് ഓരോ സ്ഥലത്തും വന്ന മെഡിക്കൽ കോളേജുകൾ മുഴുവൻ ഇപ്പോൾ ആ സ്റ്റാറ്റസിന് അർഹതയില്ലാത്ത രീതിയിലായിരിക്കുകയാണ്. അപ്പോൾ ഗവൺമെൻറ്റിൽ ഓരോ രംഗത്തും ഇത് പറയാം. വിദ്യാഭ്യാസ രംഗത്തെന്താ പാർട്ടീഷൻ തുടങ്ങാണ്. പ്ലസ് ടു, അതുപോലെ ഡിഗ്രി. മലപ്പുറം ജില്ലയിലൊക്കെ എന്താ കുട്ടികൾ മുഴുവൻ പുറത്തല്ല, പ്ലസ് ടു കോഴ്സ് കൊടുക്കില്ല. ഈ മറ്റൊരു കാര്യം, ഈ സൂംബ ഡാൻസുമായി ബന്ധപ്പെട്ട് പ്രതികരണം നടത്തിയ ടീച്ചേഴ്സിനെതിരെ നടപടി വന്നിരിക്കുകയാണ്. നടപടി ശരിയായില്ല. ആ നടപടി തീരെ ശരിയല്ല. നടപടി ഒരു അഭിപ്രായം പറഞ്ഞതിനൊക്കെ ഒരു നോട്ടീസ് പോലും കൊടുക്കാതെ സസ്പെൻഡ് ചെയ്യുക എന്നൊക്കെ പറഞ്ഞാൽ അത് നമ്മൾ ഉത്തരേന്ത്യൻ മോഡലിൽ അത് വളരെ മോശമായ ഒരു പ്രവണതയാണ്. കാരണം അഭിപ്രായ സ്വാതന്ത്ര്യം പോലും ഇല്ല. പിന്നെ അതുമാത്രമല്ല, ഇത് ഒരേ പന്തിയിൽ പിന്നെ രണ്ട് സമീപനം എന്ന് പറഞ്ഞതുപോലെ ഇത്തരം എത്ര പിന്നെ അധ്യാപകർ, ഗവൺമെൻറ് അധ്യാപകരും ഏഴ് സ്കൂൾ പഠിപ്പിക്കുന്ന അധ്യാപകരും അഭിപ്രായം പറഞ്ഞിട്ടുണ്ടാവും. അവർക്കൊക്കെ സസ്പെൻഷൻ കേരളത്തിൽ പതിവുണ്ടാവും. ഇവിടെ ഒരു വിഭാഗീയമായ പക്ഷപാതപരമായ നടപടിയായിപ്പോയി മാനേജ്മെൻറ്റ് എടുത്തത്. മാനേജ്മെൻറ്റ് സ്വമേധയാ അങ്ങനെ എടുക്കും എന്ന് തോന്നുന്നില്ല. ഞങ്ങൾ അറിഞ്ഞിടത്തോളം ഡിപ്പാർട്ട്മെൻറ്റ് ഇൻസിസ്റ്റ് ചെയ്തിട്ടാണ് നടപടി എടുത്തത്. വിദ്യാഭ്യാസ മന്ത്രി ഇന്നലെ പറഞ്ഞു ഈശ്വര പ്രാർത്ഥനകളെത്തിക്കും മത അനുസൃത ഈശ്വര പ്രാർത്ഥനകൾ സ്കൂളിൽ വേണ്ട എന്നത്. അല്ല, അതിലൊക്കെ പിന്നെ ചർച്ച ആവശ്യമുള്ള കാര്യങ്ങളാണ്. കേരളത്തിൽ പിന്നെ ഒരു ഇടതുപക്ഷ അഭിപ്രായം മാത്രം കേരളത്തിൽ നടപ്പിലാക്കാൻ പോകില്ല. ഇപ്പം ഈ അശ്രമിൻ്റെ കാര്യത്തിൽ തന്നെ ഒരു അഭിപ്രായം പറഞ്ഞത് ശരിയാണ്. അഭിപ്രായത്തിൽ പല അഭിപ്രായങ്ങളുണ്ടാവും. പക്ഷെ അതിൻ്റെ പേരിലൊരു അച്ചടക്ക നടപടി, സസ്പെൻഷൻ എന്നൊക്കെ പറഞ്ഞാൽ അത് വളരെ കൂടിയ നടപടിയാണ്. അതൊരു ഏകാധിപത്യ പ്രവണതയുള്ള ഒരു അഭിപ്രായം പറഞ്ഞവനെ നിലക്ക് നിർത്തുന്ന പരിപാടിയാണ്. അത് കേരളത്തിൽ പതിവില്ലാത്തതാണ്. പക്ഷേ ഇതേപോലെ അഭിപ്രായം പറഞ്ഞ ഡോക്ടർ ഹാരിസിനെതിരെ കാര്യമായിട്ട് നടപടി വന്നിട്ടില്ല. അല്ല, അത് നടപടി വേണ്ട ഒരു വിഷയമാണ് എന്ന് എനിക്ക് അഭിപ്രായം. അതുകൊണ്ട് ഞാൻ പറയും, ഈ നടപടി എടുക്കാൻ പാടില്ലായിരുന്നു. ഹാരിസ് പറഞ്ഞത് പിന്നെ വാസ്തവത്തിന് പബ്ലിക് ഇൻട്രസ്റ്റിൽ പറഞ്ഞതാന്നുള്ളത് കേരളം ആക്സെപ്റ്റ് ചെയ്ത് കഴിഞ്ഞു. നമ്മൾ റൂളും നിയമവും മാത്രം പറഞ്ഞിരുന്നിട്ട് കാര്യമില്ല. റൂളും നിയമമൊക്കെ ജനങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കുന്നതാണ്. അതിങ്ങനെ പൊക്കി പിടിച്ചാൽ അതൊരു ബ്രിട്ടീഷുകാരുടെ കാലത്തുള്ള സമീപനമായി മാറിപ്പോകും. നിയമം ഞങ്ങളൊക്കെ തന്നെയല്ലേ നിയമം ഉണ്ടാക്കുന്നത്. നിയമസഭാ സഭാധികരും പാർലമെന്റ് മെമ്പർമാരും ഒക്കെയാണ് നിയമം ഉണ്ടാക്കുന്നത്. ജനങ്ങൾക്ക് വേണ്ടിയാണ്. എല്ലാ സിസ്റ്റം മെഡിക്കൽ കോളേജിൽ ഉണ്ടാക്കി വെച്ചു. പക്ഷേ ഓപ്പറേഷൻ ചെയ്യാനുള്ള സാധനം കിട്ടുന്നില്ല എന്ന് പറഞ്ഞാൽ പിന്നെ ആ നിയമം കൊണ്ട് വല്ല കാര്യമുണ്ടോ? പിന്നെ ഡോക്ടർ പ്രതികരിക്കാതെ മനുഷ്യത്വമുള്ള ആരായാലും പ്രതികരിച്ചു പോകും. അപ്പോൾ അതേ അവിടെ സംഭവിച്ചിട്ടുണ്ട്.